അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനടുത്ത് എത്തിയിരിക്കുകയാണ്. ചെറിയൊരു ഫ്ലൈറ്റാണ്. ഇറ്റ്സ് നോട്ട് ഫോട്ടോഗ്രാഫീസ് വീഡിയോ. നോട്ട് അലൗഡ്. సెక్యూరిటీ వాళ్ళు చూసారంటే ఒళ్ళు తీసుకుని వెళ్ళిపోతారు. అవునా? ఇట్స్ వెరీ టఫ్. థ్యాంక్స్. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരുന്ന 25-ാം തീയതി മുതൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് സർവീസ് റെസ്യൂം ചെയ്യാണ്. ആഭ്യന്തര വിമാന യാത്ര വീണ്ടും തുടങ്ങുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ ഒരുപാട് പേര് നാട്ടിലേക്കൊക്കെ വരുന്നതിനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലായിരിക്കും. അപ്പം ഫ്ലൈറ്റ് വഴി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ആഭ്യന്തര വിമാന യാത്രാ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണയുടെ ടൈമാണ്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. എസ്പെഷ്യലി നിങ്ങൾ കൊറോണ വൈറസ് വൈഡ്ലി സ്പ്രെഡ് ആവുന്ന ഏരിയ ഒക്കെ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഫോണായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ നിലവിൽ അവൈലബിൾ ആണ്. കുറച്ച് ആപ്പുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ആപ്പുകളൊക്കെ വഴി നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും മേക്ക് മൈ ട്രിപ്പ്, അതേപോലെ ആമസോൺ വഴി ചെയ്യാം, ഫ്ലിപ്കാർട്ട് വഴി ചെയ്യാം, പിന്നെ ക്ലിയർ ട്രിപ്പ്, യാത്ര തുടങ്ങി ഒരുപാട് ഗോയിബീബ് തുടങ്ങി ഒരുപാട് നല്ല ആപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഓഫറുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല ഒരു ആപ്പ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പേടിഎം വഴി നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ട പ്രോസസ്സുകളാണ് നിങ്ങൾക്ക് ക്വിക്കായിട്ട് പറഞ്ഞു തരാം. ആദ്യം ചെയ്യേണ്ടത് ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്കതിൽ ആദ്യം തന്നെ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആപ്പ് ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഡിപ്പാർട്ടിംഗ് സിറ്റി സെലക്ട് ചെയ്യുകയാണ്. ഏത് എയർപോർട്ടിൽ നിന്നാണോ യാത്ര പുറപ്പെടുന്നത് ആ എയർപോർട്ടിൻ്റെ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡെസ്റ്റിനേഷൻ എയർപോർട്ടിൻ്റെ പേര് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ യാത്ര ചെയ്യുന്ന ഡേറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് താഴെയായിട്ട് നമുക്ക് പാസഞ്ചേഴ്സിൻ്റെ എണ്ണം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കുട്ടികളുണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. 12 വയസ്സിന് താഴെയാണെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. തുടർന്ന് നമ്മൾ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു റൂട്ടിൽ ആ ഒരു ഡേറ്റിൽ സർവീസ് നടത്തുന്ന എല്ലാ ഫ്ലൈറ്റുകളുടെയും ഡീറ്റെയിൽ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റും നമുക്ക് കാണാം, അതേപോലെ തന്നെ ഏറ്റവും എർലിയസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റും. അതെല്ലാം നമുക്ക് ഫിൽറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടുള്ള ഫ്ലൈറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫ്ലൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ ആരൊക്കെയാണോ യാത്ര ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ID കാർഡാണോ പ്രസൻറ്റ് ചെയ്യുന്നത് ആ ID കാർഡിലുള്ളതുപോലെ തന്നെ അക്ഷരത്തെറ്റുകളൊന്നുമില്ലാതെ തന്നെ നമ്മൾ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ അതിനുശേഷം ഏതെങ്കിലും കൂപ്പൺ കോഡും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും മറ്റൊക്കെ കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫെയർ ഒന്നുകൂടി ഫെച്ച് ചെയ്യും, എയർലൈനുമായിട്ട് ഒന്നുകൂടി ഫെച്ച് ചെയ്യും. ചില സമയങ്ങളിൽ മാത്രം ഫെയറിൽ വീണ്ടും ഒരു ഹൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ടോട്ടൽ ഫെയർ കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രൊസീഡ് ചെയ്യാണ്. അവിടെ നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി നിങ്ങൾ കൺഫേം ചെയ്യുക. ഡേറ്റും പിന്നെ ഡിപ്പാർട്ടിംഗ് എയർപോർട്ടും അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ എയർപോർട്ടും എല്ലാം ഒന്നുകൂടി കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒന്നുകൂടി പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് പേയ്മെൻറ്റ് നടത്തുന്നതിനുള്ള വിൻഡോ വരും. പേയ്മെൻറ്റ് നടത്തുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഒരുപാട് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടാവും. UPI വഴിയോ വാലറ്റ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങളുടെ മെയിൽ IDയിലേക്ക് PDF ഫോർമാറ്റിൽ വരും. അതേപോലെ തന്നെ ചില ആപ്പുകളൊക്കെ നമുക്ക് വാട്സപ്പിലേക്കും ഫ്ലൈറ്റ് ടിക്കറ്റുകൾ അയച്ചു തരാറുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ലളിതമായ രൂപം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടിക്കറ്റ് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന അതേ ദിവസം, ഉദാഹരണത്തിന് നിങ്ങളുടെ ഫ്ലൈറ്റ് ഒരു 6 o'clock ആണെങ്കിൽ, ഈവനിങ് 6 o'clock ആണെങ്കിൽ നിങ്ങൾ എയർപോർട്ടിലേക്ക് ഒരു 4 o'clock ആകുമ്പോൾ നിങ്ങൾ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതായത് നിങ്ങളെ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് നമ്മൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു എയർപോർട്ടിലേക്ക് ഒരു 1 hour യാത്രയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു 2:30 ആകുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക. 2:30 ആകുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 3:30, 4 o'clock ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും. 4 o'clock നിങ്ങൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ സീറ്റ് ഒക്കെ നിങ്ങൾക്ക് ഒരു കൺവീനിയൻ്റ് ആയിട്ട് കിട്ടണം, അതായത് വിൻഡോ സീറ്റും മറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ഇൻ കൗണ്ടറിൽ അവരോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വിൻഡോ സീറ്റും മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. പിന്നെ നിങ്ങൾ എയർപോർട്ടിൽ കാണിക്കേണ്ട ID പ്രൂഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടിക്കറ്റ് PDF കാണിക്കുക. അതേപോലെ തന്നെ ഒരു ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് കാണിച്ചാൽ മതി. ഉദാഹരണത്തിന് നിങ്ങൾ ആധാർ കാർഡ് കാണിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് യാത്ര ചെയ്യുന്നതിനായിട്ട് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല, പക്ഷേ നമുക്ക് പാസ്പോർട്ട് ഒരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാസ്പോർട്ട് കാണിക്കാം, അല്ലെങ്കിൽ വോട്ടർ ID കാണിക്കാം,
നമ്മുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള ഏത് ഐ ഡി കാർഡും അവർ അക്സെപ്റ്റ് ചെയ്യും. വേണമെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡും കാണിക്കാം, അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാണിക്കാം. ഇതിലേതെങ്കിലും ഒന്നും, അതേപോലെ തന്നെ നമ്മുടെ ടിക്കറ്റ് PDF മാത്രം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്ക് എൻട്രി കിട്ടുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് നമ്മൾ എയർപോർട്ടിലേക്ക് എൻ്റർ ആവുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് ഒരു ആഭ്യന്തര വിമാനയാത്ര നടത്തിയ ആളാണെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണമെന്നില്ല. കാരണം എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ എന്നുള്ള ഒരു ഏരിയ കാണാം. അതുവഴിയാണ് അകത്തേക്ക് കടക്കേണ്ടത്. നിങ്ങൾ എൻട്രൻസിൽ ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ ഒരു CISFൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവും. ആൾ നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ ടിക്കറ്റിൻ്റെ PDF അതേപോലെ തന്നെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ പതിച്ച ഐഡൻറ്റിറ്റി കാർഡും കാണിക്കണം. അത് കാണിച്ചു കഴിഞ്ഞാൽ ആൾ നമ്മളെ അകത്തേക്ക് കടത്തിവിടും. നിങ്ങളുടെ കയ്യിൽ വലിയ ലഗേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിൽ ലഗേജായിട്ട് 15 kg ചെക്കിനായിട്ടും അതേപോലെ 7 kg നമുക്ക് ഹാൻഡ് ബാഗേജായിട്ടും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ വലിയ ലഗേജ് ബോക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചെക്ക് ഇൻ കൗണ്ടറിൽ കൊടുത്തിട്ട് അത് അയക്കാണ് വേണ്ടത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലൈറ്റിലേക്ക് എത്തും. നിങ്ങൾ ഡെസ്റ്റിനേഷൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ ചെക്ക് ഇൻ ബാഗേജ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ കൗണ്ടറിലേക്ക് ചെല്ലുക. അവിടെ നിങ്ങളുടെ ടിക്കറ്റ് കാണിക്കുക, അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി പ്രൂഫും കാണിക്കുക. അത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സീറ്റ് പ്രിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് പൈസ കൊടുത്തിട്ടും സീറ്റ് വാങ്ങിക്കാം, അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് റിക്വസ്റ്റ് ചെയ്താലും അവർ വിൻഡോ സീറ്റൊക്കെ അലോ ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ അവിടെ വിൻഡോ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവരോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിൻഡോ സീറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ എയർപോർട്ടിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിൽ എത്തിക്കഴിഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാ സീറ്റുകളും വേറെ ആളുകൾക്ക് അലോട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിൻഡോ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ അവരോട് റിക്വസ്റ്റ് ചെയ്താൽ വിൻഡോ സീറ്റ് നിങ്ങൾക്ക് അവർ ഇഷ്യൂ ചെയ്ത് തരും. അവിടെ നിന്ന് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെല്ലേണ്ടത് സെക്യൂരിറ്റി ഏരിയയിലേക്കാണ്. നമ്മൾ ബോർഡിംഗ് പാസ് എടുത്ത് ചെല്ലേണ്ടത്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ CISF പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ബാഗിൽ ലാപ്ടോപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്തെടുക്കണം. പുറത്തെടുത്തിട്ട് അവർ നിങ്ങൾക്ക് ട്രേ തരും. ആ ഒരു ട്രേയിൽ വെച്ചിട്ട് ഒരു സ്ക്രീനിങ് ഉണ്ടാവും. ആ ഒരു സെക്യൂരിറ്റി സ്ക്രീനിങ് ഉണ്ടാവും. അതിലൂടെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ചില എയർപോർട്ടുകളിലൊക്കെ നമ്മുടെ ബെൽറ്റ്, അതേപോലെ തന്നെ വാലറ്റ്, ഹെഡ്സെറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ അയച്ചു വെക്കേണ്ടി വരും. ബെൽറ്റിൻ്റെ കാര്യം മാത്രമാണ് ചില എയർപോർട്ടുകളിൽ സ്ട്രിക്റ്റ് ഉള്ളത്. ബാക്കി കാര്യങ്ങൾ വാലറ്റ്, അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ, ഇതെല്ലാം നിങ്ങൾ ആ ട്രേയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ സെക്യൂരിറ്റി ചെക്കിങ്ങിനായിട്ട് അകത്തേക്ക് ചെല്ലാൻ. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാം ചെക്ക് ചെയ്തിട്ട് സ്ക്രീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നെ തരും. അതിനുശേഷം നിങ്ങൾ ചെല്ലേണ്ടത് നിങ്ങൾ ഫ്ലൈറ്റ് പുറപ്പെടുന്ന ഒരു കൗണ്ടറിൻ്റെ പേര് നിങ്ങൾക്ക് അനൗൺസ് ചെയ്തിട്ട് പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ ബോർഡിംഗ് പാസിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഏത് ഗേറ്റിൽ നിന്നാണോ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഗേറ്റിലേക്ക് നിങ്ങൾ ചെല്ലുക. അപ്പോൾ ആ ഒരു ഗേറ്റിലേക്ക് നിങ്ങൾ ഏറ്റവും ആദ്യം എത്തിപ്പെടുകയാണെങ്കിൽ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആ വെയിറ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞ് ബോർഡിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ പ്രകാരം അവർ കോൾ ചെയ്യും. അതായത് സീറ്റ് നമ്പർ 1 to 30 ഫസ്റ്റ് വരാനോ അങ്ങനെയൊക്കെ ആയിരിക്കും ചില എയർപോർട്ടുകളിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ നമ്പർ അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുക. അവിടുന്ന് നിങ്ങളെ ബസ്സിൽ കയറ്റിയിട്ട് നിങ്ങളെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ബോർഡിംഗ് പാസ് വീണ്ടും കാണിക്കണം. താഴെ ഒരു ആൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും. ആൾക്ക് കാണിച്ചു കൊടുക്കുക. ആളത് ചെക്ക് ചെയ്തിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് ബാക്കി കഷ്ണം നമ്മുടെ കയ്യിൽ തരും. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്ലൈറ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹാൻഡ് ബാഗേജ് എന്ന് പറയുന്നത് ഫ്ലൈറ്റിൻ്റെ മുകളിലെ റാക്കുകളുണ്ടാവും. ആ റാക്ക് എയർ ഹോസ്റ്റസ് ഓപ്പൺ ചെയ്ത് തരും. അപ്പോൾ അതിലേക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ സീറ്റിലേക്ക് നീക്കിയിരിക്കാം. സീറ്റിലിരുന്നതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടേണ്ടതുണ്ട്. അതായത് സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. ടേക്ക് ഓഫിന് മുമ്പ് സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് യാത്ര തുടരാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ഡൊമസ്റ്റിക് യാത്രയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡൊമസ്റ്റിക് യാത്രയ്ക്ക് പാസ്പോർട്ട് വേണ്ടതില്ല. ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു ഫോട്ടോ ഐഡൻറ്റിറ്റിയും അതേപോലെ തന്നെ ടിക്കറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ഇനിയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ആ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. യാതൊരു സർവീസ് ചാർജും ഇല്ലാതെ ടിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും